ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മൾ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. നമ്മുടെ ജൂഡ് ആന്റണിയുടെ തിരക്കഥയിൽ ജയറാമിനെ നായകനാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ഈ ജയറാം ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ്. ഈ വരുന്ന ജൂലൈ മാസം ആദ്യം തന്നെ ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാവും. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാഹി കബീർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണല്ലോ റോന്ത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ റോന്ത് എന്ന ചിത്രം റിലീസിനെത്തി വെറും 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,20,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 2 കോടി രൂപയോളവും റോന്ത് എന്ന ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. രാഘവ ലോറൻസ് നായകനായും സംവിധായകനായും വരാനിരിക്കുന്ന ഒരു ഹൊറർ കോമഡി തമിഴ് ചിത്രമാണ് കാഞ്ചന 4. ഇപ്പോൾ കാഞ്ചന 4ന്റെ 40% ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയായതായി മൂവി ടീം തന്നെ അറിയിച്ചിട്ടുണ്ട്. ലോറൻസിനൊപ്പം പൂജ ഹെഗ്ഡെയാണ് കാഞ്ചന 4ൽ നായികവേഷം കൈകാര്യം ചെയ്യുക. ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന സിനിമയ്ക്ക് ശേഷം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും അടുത്തതായി വരാനിരിക്കുന്ന ഒരു സോംബി ത്രില്ലർ മൂവിയാണ് ജാംബി. നന്ദു മനോജിന്റെ തിരക്കഥയിൽ ജോർജ് ഗോര സംവിധാനം ചെയ്ത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് വേണ്ടി സോഫിയ പോൾ നിർമ്മിക്കുന്ന ജാംബിയുടെ ഫസ്റ്റ് ലുക്ക് ടീസർ നാളെ രാവിലെ 11 മണിക്ക് പുറത്തു വരും. ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്നും വരാനിരിക്കുന്ന കേരള ക്രൈം ഫയൽ സീരീസിന്റെ സീസൺ 2 ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അർജുൻ രാധാകൃഷ്ണൻ, അജു വർഗീസ്, ലാൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കേരള ക്രൈം ഫയൽ സീസൺ 2ന്റെ ട്രെയിലർ മേക്കിംഗ് കൊണ്ട് മികച്ചു നിൽക്കുന്നു. ഈ വരുന്ന ജൂൺ 20-ാം തീയതി കേരള ക്രൈം ഫയൽ സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തി വരുന്ന ചോട്ടാ മുംബൈ എന്ന ചിത്രം റീ റിലീസ് ചെയ്തിട്ട് ഇന്ന് 9 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. 9 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3,10,00,000 രൂപയോളം സ്വന്തമാക്കിയ ചോട്ടാ മുംബൈയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 3,80,00,000 രൂപയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി മാരുതി സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി പാൻ ഇന്ത്യൻ സിനിമയാണ് രാജാ സാബ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന 16-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ രാജാ സാബിന്റെ ടീസർ ഓൺലൈനിൽ ലീക്ക് ആക്കപ്പെട്ടിരിക്കുകയാണ്. ടീസറിൽ നിന്നും 50 സെക്കൻഡോളം ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് മൂവി ടീം അറിയാതെ ലീക്ക് ആക്കപ്പെട്ടിരിക്കുന്നത്. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ എന്ന സിനിമയിൽ വിജയ് അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രം യഥാർത്ഥ ഒരു പോലീസ് ഓഫീസറിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് എച്ച് വിനോദ് സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന രീതിയിൽ ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് എച്ച് വിനോദ് സംവിധാനം ചെയ്ത തീരൻ അധികാരം 1 എന്ന സിനിമയിലെ കാർത്തി അവതരിപ്പിച്ച കഥാപാത്രത്തെയും യഥാർത്ഥ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും പ്രചോദനം കൊണ്ട് എഴുതിയതായിരുന്നു. തീരൻ പോലെ തന്നെ ഒരു പവർഫുൾ പോലീസ് ഓഫീസറായി ദളപതി വിജയിയെ ജനനായകനിൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് ദൃശ്യം സിനിമയുടെ 3-ാം ഭാഗമായ ദൃശ്യം 3 സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന് ഇന്നലെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഈ ഒരു വിവരം പുറത്തുവിട്ടത് ജിത്തു ജോസഫ് തന്നെയായിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കും. ഇന്നിപ്പോൾ ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മലയാളം ദൃശ്യം 3യും ഹിന്ദിയിലെ ദൃശ്യം 3യും ഒരേ തിരക്കഥയിലാവില്ല ഒരുങ്ങുന്നത്. 2 സിനിമകൾക്കും 2 വ്യത്യസ്ത തിരക്കഥകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതും. മലയാളത്തിൽ ദൃശ്യം 3യോടുകൂടി ഈ സിനിമ ഫ്രാഞ്ചൈസി അവസാനിക്കുമെന്നും എന്നാൽ ഹിന്ദിയിൽ ദൃശ്യത്തിന്റെ 4-ാം ഭാഗവും 5-ാം ഭാഗവും വരാൻ സാധ്യതയുണ്ടെന്നും ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശേഖർ കമൂല സംവിധാനം ചെയ്ത ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂവിയാണ് കുബേര. ഈ വരുന്ന ജൂൺ 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന കുബേര എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തു വരുമെന്ന് ഒരു പോസ്റ്റർ മുഖേന മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന സിനിമയാണ് ലാലേട്ടനെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. പല ആവർത്തി ഈ പ്രോജക്ടിന്റെ അപ്ഡേറ്റ് പുറത്തു വരുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചെങ്കിലും അപ്ഡേറ്റ് പോയിട്ട് ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സൂചന പോലും അമൽ നീരദ് പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ലാലേട്ടൻ അമൽ നീരദ് സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വരാനൊരുങ്ങുന്നു. ലാലേട്ടനൊപ്പം സൗബിൻ ഷാഹിറും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ വരുന്ന ജൂലൈ മാസം ആദ്യം തന്നെ പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരും അമൽ നീരദ് പ്രൊഡക്ഷൻസിന് വേണ്ടി അമൽ നീരദും ചേർന്നാണ് ഈ ലാലേട്ടൻ ചിത്രം നിർമ്മിക്കുന്നത്. വിജയ് സേതുപതി, തൃഷ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രേംകുമാർ സംവിധാനം ചെയ്ത 96 എന്ന സിനിമയ്ക്ക് 2-ാം ഭാഗം വരുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോൾ 96 2ന്റെ തിരക്കഥാ വർക്കുകൾ പൂർത്തിയായതായി സംവിധായകൻ പ്രേംകുമാർ തന്നെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടുകൂടി 96 പാർട്ട് 2ന്റെ ചിത്രീകരണം ആരംഭിക്കും. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കൂലി. രജനിക്കൊപ്പം നാഗാർജുന, ശ്രുതിഹാസൻ, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര, അമീർ ഖാൻ, സത്യരാജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കൂലി ചിത്രം ഇന്നലെ രജനികാന്ത് കാണുകയുണ്ടായി. സിനിമ കണ്ടിറങ്ങിയ ശേഷം കൂലിയെപ്പറ്റി രജനി പറഞ്ഞിരിക്കുന്നത് കൂലി എന്ന സിനിമയിൽ 100% താൻ ഹാപ്പിയാണെന്നും ഇത്ര വർഷങ്ങൾക്കിടയിൽ ഇതുപോലെ റോ ആയിട്ടുള്ള ഒരു സിനിമയിൽ താൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ലെന്നുമാണ്. മാത്രമല്ല കൂലിയിൽ തന്റെ സുഹൃത്തുക്കളായ നിരവധി പേർ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും സത്യരാജിന്റെ കഥാപാത്രവും അദ്ദേഹത്തിന്റെ പെർഫോമൻസുമാണ് തനിക്ക് വളരെയധികം ഇഷ്ടമായത് എന്നാണ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയായി വരുന്ന കൂലിയുടെ ഫസ്റ്റ് സിംഗിൾ ഉടൻ തന്നെ റിലീസ് ചെയ്യും. 3 മിനിറ്റോളം ദൈർഘ്യത്തിൽ ഒരു കിടിലൻ വൈബ് സോങ് ആണ് കൂലിയുടെ ഫസ്റ്റ് സിംഗിളിനായി അനിരുദ്ധ് ഒരുക്കിയിട്ടുള്ളത്. ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി കൂലി തിയേറ്ററുകളിലേക്ക് എത്തും.
തെലുങ്കിൽ നിന്നും ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു പാനിന്യം ബ്രഹ്മാണ്ഡ സിനിമയാണ് കണ്ണപ്പ. വിഷ്ണു മഞ്ജു നായകനായിട്ടെത്തുന്ന കണ്ണപ്പയിൽ പ്രഭാസ്, അക്ഷയ് കുമാർ, ലാലേട്ടൻ, കാജൽ അഗർവാൾ, സത്യരാജ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കണ്ണപ്പയുടെ പുതിയൊരു ട്രെയിലർ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. ഒരു എപ്പിക് ഫാന്റസി ജോണറിൽ വരാനിരിക്കുന്ന കണ്ണപ്പയുടെ ട്രെയിലർ കണ്ടപ്പോൾ VFX വർക്കുകളൊക്കെ വളരെ നിലവാരം ഇല്ലാത്തതുപോലെ തോന്നി. എങ്കിലും വൻ ദുരന്തമാകുമെന്ന് പ്രതീക്ഷിച്ച ട്രെയിലർ ഒരു ഡീസന്റ് വാച്ച് അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എന്ത് തോന്നി? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വരുന്ന ജൂൺ 27-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി കണ്ണപ്പ തിയേറ്ററുകളിലേക്ക് എത്തും.